ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റിവിഷൻ സീരീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിക് GKയിലെ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ്. 2 സ്റ്റേറ്റ്സ് ആണ് നോക്കുന്നത്, ആന്ധ്രാപ്രദേശും അരുണാചൽ പ്രദേശും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ പോലെ തന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റ്സിലേക്ക് പോവാം. സ്റ്റാറ്റിക് GK സ്റ്റേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം, സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് നമുക്കറിയാം വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ്. കാരണം നമുക്ക് സ്റ്റേറ്റ്സ് പഠിക്കാനുണ്ട്, യൂണിയൻ ടെറിട്ടറീസ് പഠിക്കാനുണ്ട്, അങ്ങനത്തെ കുറേയേറെ ഫാക്ട്സ് ആണ് നമുക്ക് സ്റ്റാറ്റിക് GKയിൽ പഠിക്കാനുള്ളത്. അപ്പൊ എപ്പോഴും ഈ ഒരു സ്റ്റാറ്റിക് GK ഞാൻ നിങ്ങൾക്ക് സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് GK, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഈ 3 ടോപ്പിക്കിന്റെയും കൂടെ ചേർത്തിട്ടായിരിക്കും കറണ്ട് അഫയേഴ്സിൽ വരികയാണ്. അപ്പൊ എപ്പോഴും സ്റ്റാറ്റിക് GK പഠിക്കുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി പഠിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പഴയ കാര്യങ്ങളും എല്ലാം റിലേറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, who was known as ആന്ധ്ര കേസരി? ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ടി പ്രകാശം അല്ലെങ്കിൽ തങ്കുടൂരി പ്രകാശം, അങ്ങനെ എന്തോ ആണ്, അതെനിക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ അറിയില്ല. ടി പ്രകാശം എന്നാണ് എല്ലാ ബുക്സിലും കാണാറുള്ളത്. ഓക്കെ, who was the founder of Hyderabad State Congress? ഹൈദരാബാദ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി രാമാനന്ദ തീർത്ഥ. സ്വാമി രാമാനന്ദ തീർത്ഥയാണ് ഹൈദരാബാദ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ. Who directed the first Telugu film? ആദ്യത്തെ തെലുങ്കു മൂവി ഡയറക്ട് ചെയ്തത് ആരാണ്? HM റെഡ്ഡിയാണ്. ഫുൾ ലെങ്ത് തെലുങ്കു മൂവി ഏതാണ്? ഭക്തപ്രഹ്ലാദയാണ്. ഓക്കെ, ആദ്യത്തെ തെലുങ്കു മൂവിയുടെ ഡയറക്ടർ HM റെഡ്ഡിയാണ്. ആദ്യത്തെ ഫുൾ ലെങ്ത് തെലുങ്കു മൂവി എന്താണ്? ഭക്തപ്രഹ്ലാദ. In which year was the Andhra University established? ആന്ധ്ര യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് 1926-ലാണ്. 1926-ലാണ് ആന്ധ്ര യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. ഹൈദരാബാദ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഫൗണ്ടർ സ്വാമി രാമാനന്ദ തീർത്ഥ. തെലുങ്കു മൂവി, ആദ്യത്തെ തെലുങ്കു മൂവി ഡയറക്ട് ചെയ്തത് HM റെഡ്ഡിയാണ്. ആദ്യത്തെ ഫുൾ ലെങ്ത് തെലുങ്കു മൂവി ഭക്തപ്രഹ്ലാദയാണ്. ആന്ധ്ര യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1926-ലാണ്. Name the poets in group of കവിത്രയ or 3 great poets. കവിത്രയ അല്ലെങ്കിൽ 3 great poets എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഇത് ഞാൻ പറയുന്നതാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയാം. തിക്കണ്ണ, നന്നയ, ഏരാപ്രഗത. ഓക്കെ, അപ്പൊ ഇവര് 3 പേരാണ് കവിത്രയ അല്ലെങ്കിൽ 3 great poets എന്ന് അറിയപ്പെടുന്നത്. നെയിം ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് തെലുങ്കു ആണ്. തെലുങ്കാണ് ആന്ധ്രാപ്രദേശിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ആന്ധ്രാപ്രദേശ് വാസ് സെപ്പറേറ്റഡ് ഫ്രം വിച്ച് സ്റ്റേറ്റ്? ആന്ധ്രാപ്രദേശ് ഏത് സംസ്ഥാനത്തിൽ നിന്നും വിഭജിച്ചിട്ടാണ് ഉണ്ടായത്? മദ്രാസ് സ്റ്റേറ്റിൽ നിന്നും വിഭജിച്ചിട്ടാണ് ആന്ധ്രാപ്രദേശ് ഉണ്ടായത്. How many districts are there in Andhra Pradesh? ആന്ധ്രാപ്രദേശിൽ എത്ര ഡിസ്ട്രിക്ട്സ് ആണുള്ളത്? 13 ഡിസ്ട്രിക്ട് ആണ് ആന്ധ്രാപ്രദേശിൽ ഉള്ളത്. നെയിം ദ ഫോർമർ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ്. ഹൈദരാബാദിന് മുൻപ്, ഇപ്പൊ ഹൈദരാബാദ് ആണ്, മുൻപ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിരുന്നത് കുർണൂൽ ആയിരുന്നു ആദ്യകാലത്ത് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ കവിത്രയ അല്ലെങ്കിൽ 3 great poets എന്നറിയപ്പെടുന്നത് തിക്കന്ന, നന്നയ, ഏരാപ്രഗത. ഓക്കെ, അടുത്തത് ആന്ധ്രാപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് തെലുങ്കു ആണ്. മദ്രാസ് സ്റ്റേറ്റിൽ നിന്നാണ് ആന്ധ്രാപ്രദേശ് സെപ്പറേറ്റ് ചെയ്തത്. 13 ഡിസ്ട്രിക്ട്സ് ആണ് ആന്ധ്രാപ്രദേശിൽ ഉള്ളത്. കുർണൂൽ ആയിരുന്നു ഹൈദരാബാദിന് മുമ്പ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ. നെയിം ദ സ്പോർട്സ് പ്ലെയർ ഫ്രം ആന്ധ്രാപ്രദേശ് ഹു റിസീവ്ഡ് ദ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കിട്ടിയ ആന്ധ്രാക്കാരി ആരാണ്? കർണം മല്ലേശ്വരിയാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കിട്ടിയ ആന്ധ്രാപ്രദേശിസ്റ്റ്. ഓക്കെ, നെയിം ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ആന്ധ്രാപ്രദേശ് ഇൻ ടേംസ് ഓഫ് ഏരിയ. ഏരിയ വൈസ് നോക്കിയാൽ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് ഏതാണ്? അനന്തപൂർ ആണ് ആന്ധ്രാപ്രദേശിലെ ഏരിയ വൈസ് ലാർജസ്റ്റ് ഡിസ്ട്രിക്ട്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഫോം? ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഫോം ചെയ്തത് 1953 ഒക്ടോബർ 1-നാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ഫോം ചെയ്തത് എപ്പോഴാണ്? 1953 ഒക്ടോബർ 1-ാം തീയതിയാണ്. Who was the first prime minister from ആന്ധ്രാപ്രദേശ്? ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു?
PV നരസിംഹറാവു. PV നരസിംഹറാവു ആന്ധ്രാക്കാരനാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് PV നരസിംഹറാവു. In which year was NTR becomes Chief Minister of Andhra Pradesh? NTR ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയത് 1983 1983 ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് NTR വന്നത്. ഓക്കെ, അപ്പോ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടിയ പ്രദേശിസ്റ്റ് ആരാണ്? കർണം മല്ലേശ്വരി. ഏരിയ വൈസ് ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് അനന്തപൂരാണ്. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഫോം ചെയ്തത് 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു ആണ്. NTR ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയത് 1983 തെലങ്കാന വാസ് സെപ്പറേറ്റഡ് ഫ്രം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും സെപ്പറേറ്റ് ആക്കിയത് എപ്പോഴാണ്? 2014 തെലങ്കാന സ്റ്റേറ്റും ആന്ധ്രാപ്രദേശും സെപ്പറേറ്റ് ചെയ്തത്. ഓൺ വിച്ച് റിവർ വാസ് ശ്രീശൈലം ബ്രിഡ്ജ് ബിൽറ്റ്? ശ്രീശൈലം ബ്രിഡ്ജ് ഏത് റിവറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൃഷ്ണ നദിയിലാണ് ശ്രീശൈലം ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് വാസ് ദ ഫസ്റ്റ് തെലുങ്കു ന്യൂസ് പേപ്പർ? ആദ്യത്തെ തെലുങ്കു ന്യൂസ് പേപ്പർ ദേശാഭിമാനിയാണ്. ഓക്കെ, ആദ്യത്തെ തെലുങ്കു ന്യൂസ് പേപ്പർ ദേശാഭിമാനിയാണ്. റാമോജി ഫിലിം സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1996 റാമോജി ഫിലിം സിറ്റി 1996 എസ്റ്റാബ്ലിഷ് ചെയ്തത്. വിജയവാഡ ലൊക്കേറ്റഡ് ഇൻ വിച്ച് റിവർ ബാങ്ക്സ്? വിജയവാഡ നഗരമുള്ളത് എവിടെയാണ്? കൃഷ്ണ നദീതീരത്താണ്. വിജയവാഡ നഗരം കൃഷ്ണ നദീതീരത്താണ് ഉള്ളത്. തെലങ്കാനയും ആന്ധ്രാപ്രദേശും സെപ്പറേറ്റ് ചെയ്തത് 2014 ശ്രീശൈലം ബ്രിഡ്ജ് ഉണ്ടാക്കിയത് കൃഷ്ണ നദിയിലാണ്. ആദ്യത്തെ തെലുങ്കു ന്യൂസ് പേപ്പർ ദേശാഭിമാനിയാണ്. റാമോജി ഫിലിം സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1996 വിജയവാഡ കൃഷ്ണ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ദ സിറ്റി കോൾഡ് ആസ് ജ്വൽ ഓഫ് ഈസ്റ്റ് കോസ്റ്റ്. ജ്വൽ ഓഫ് ഈസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു നഗരമായ വിശാഖപട്ടണമാണ് ജ്വൽ ഓഫ് ഈസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിന്റെ സ്റ്റേറ്റ് അനിമല് ബ്ലാക്ക് ബക്ക് ആണ്. ആന്ധ്രാപ്രദേശിന്റെ സ്റ്റേറ്റ് അനിമല് ബ്ലാക്ക് ബക്ക് ആണ്. ആദ്യത്തെ തെലുങ്ക് നോവൽ ഏതാണ്? രാജശേഖര ചരിത്രമോ. ഓക്കെ, രാജശേഖര ചരിത്രമോ ആണ് തെലുങ്കിലെ ആദ്യത്തെ നോവല്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നും അതിനെ നമ്മൾ പറയാറുണ്ട്. ഇനി ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഉള്ളത് ആന്ധ്രയിലാണ്. കൊല്ലേരു ലേക്ക് ആണ്. ഓക്കെ, അപ്പോ ജ്വൽ ഓഫ് ഈസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിന്റെ സ്റ്റേറ്റ് അനിമൽ ബ്ലാക്ക് ബക്ക് ആണ്. തെലുങ്കിലെ ആദ്യത്തെ നോവല് രാജശേഖര ചരിത്രമോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. അത് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നും നെയിം ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആന്ധ്രയിലാണ്. കൊല്ലേരു ലേക്ക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആന്ധ്രാപ്രദേശിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നത് അടുത്ത സ്റ്റേറ്റിലേക്കാണ്, അരുണാചൽ പ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ് നോക്കുകയാണ്, അരുണാചൽ പ്രദേശ്. വെൻ വാസ് നന്ദഫ നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ്ഡ്? നന്ദഫ നമ്മള് നാഷണൽ പാർക്ക്, അരുണാചൽ പ്രദേശിലുള്ള നാഷണൽ പാർക്ക് ആണ് അല്ലെ നന്ദഫ. 1974 നന്ദഫ നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ അരുണാചൽ പ്രദേശ്. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. അരുണാചൽ പ്രദേശിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നിഷി ആണ്. പക്ഷെ അരുണാചൽ പ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ചോദിച്ചാൽ ഇംഗ്ലീഷ് ആണ്. അരുണാചൽ പ്രദേശിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ചോദിച്ചാൽ അത് നിഷി ആണ്. ഓക്കെ, മോസ്റ്റ് ഫോളോഡ് റിലീജിയൻ ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത്. അരുണാചൽ പ്രദേശിൽ എത്ര ഡിസ്ട്രിക്ട് ഉണ്ടെന്നാ പറയുന്നത്? 22 ഡിസ്ട്രിക്ട് ആണ് അരുണാചൽ പ്രദേശിൽ ഉള്ളത്. അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ എങ്ങനെയാണ്? ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അരുണാചൽ പ്രദേശിൽ. ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അരുണാചൽ പ്രദേശിൽ ഉള്ളത്. നംദഫ നാഷണൽ പാർക്ക് 1974 എസ്റ്റാബ്ലിഷ് ചെയ്തത്. സ്പോക്കൺ ലാംഗ്വേജ് നിഷി ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ്. 22 ഡിസ്ട്രിക്ട്സ് ആണ് അരുണാചൽ പ്രദേശിൽ ഉള്ളത്. ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അരുണാചൽ പ്രദേശിലേത്. ഓക്കെ, അടുത്തത് വിച്ച് പ്ലേസ് റിസീവ്സ് ഫസ്റ്റ് മോർണിംഗ് റൈസ് ഇൻ ദ ഹോൾ കൺട്രി? നമ്മുടെ രാജ്യത്ത് രാവിലെ ആദ്യത്തെ വെളിച്ചം വീഴുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോങ് ബസ്തി അല്ലെങ്കിൽ വിജയനഗർ ബസ്തി. അരുണാചൽ പ്രദേശിലുള്ള ഡോങ് ബസ്തി അല്ലെങ്കിൽ വിജയനഗർ ബസ്തി. ഒന്നുകിൽ ഇവിടെ രണ്ടിടത്തും ഒരുമിച്ച് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് എന്തുണ്ടാവുന്നത്? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സൂര്യകിരണങ്ങൾ ആദ്യം രാവിലെ ആവുന്നത് ഇവിടെയാണ്. ഓക്കെ, മൗണ്ടെയിൻ ബിറ്റ്വീൻ ദ സിയാങ് റിവർ ആൻഡ് ദ നോവ ദിഹിങ് റിവർ ഈസ് ക്ലാസിഫൈഡ് ആസ്. സിയാങ് റിവറും നോവ ദിഹിങ് റിവറും ഇതിന്റെ ഇടയിലുള്ള മൗണ്ടെയിനെ
മിഷ്മി ഹിൽസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ അരുണാചൽ പ്രദേശിലുള്ളതാണ് കേട്ടോ. അപ്പൊ സിയാങ് റിവറിനും നോർ ഡിഹിങ് റിവറിനും ഇടയിലുള്ള മൗണ്ടെയിനെ മിഷ്മി ഹിൽസ് എന്നാണ് പറയുന്നത്. അരുണാചൽ പ്രദേശിലുള്ള മൗണ്ടെയിൻസ് ഗൊറീച്ചൻ പീക്ക്, നേഗി കാൻസാങ്, കാങ്തെ, ഈ 3 മൗണ്ടെയിൻസ് ആണ് അരുണാചൽ പ്രദേശിൽ ഉള്ളത്. ഓക്കെ, ഇനി നെഫ എന്ന സ്റ്റേറ്റിനെ അരുണാചൽ പ്രദേശ് എന്ന് നെയിം കൊടുത്തത് ആരൊക്കെയാണ്? ബിബാബസു ദാസ് ശാസ്ത്രി ആൻഡ് KAA രാജ, ഇവർ രണ്ടുപേരുമാണ് അരുണാചൽ പ്രദേശ് എന്ന നെയിം കൊടുത്തത്. ഓക്കെ, സിനോ ഇന്ത്യൻ വാർ ഹെൽഡ് ഇൻ വിച്ച് ഇയർ? സിനോ ഇന്ത്യൻ വാർ എപ്പോഴാണ് നടന്നത്? 1962 നടന്നത്. ഓക്കെ, അപ്പൊ രാജ്യത്തിലെ ആദ്യത്തെ മോർണിംഗ് റേസ് വരുന്നത് എവിടെയാണ്? ഡോങ് ബസ്തി അല്ലെങ്കിൽ വിജയനഗർ ബസ്തിയിലാണ്. സിയാങ് റിവറിന്റെയും നാവോ ദിഹിങ് റിവറിന്റെയും ഇടയിലുള്ള മൗണ്ടെയിൻ മിഷ്മി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിലുള്ള മൗണ്ടെയിൻസ് ഗൊറീച്ചൻ പീക്ക്, നേഗി കാങ്സാങ്, കാങ്തെ ഒക്കെയാണ്. നെഫ എന്നതിന് അരുണാചൽ പ്രദേശ് ആയിട്ട് റീനെയിം ചെയ്തത് ബിബാബസു ദാസ് ശാസ്ത്രി ആൻഡ് KAA രാജയാണ്. സിനോ ഇന്ത്യൻ വാർ നടന്നത് 1962. When was Tawang Monastery built? തവാങ് മൊണാസ്ട്രി എപ്പോഴാണ് ഉണ്ടാക്കിയത്? 400 വർഷങ്ങൾക്ക് മുമ്പാണ് തവാങ് മൊണാസ്ട്രി ഉണ്ടാക്കിയത്. നമുക്കറിയാലോ തവാങ് മൊണാസ്ട്രി നേപ്പാളിന്റെ ആ ഒരു ഇതാണ്. ഓക്കെ, ദ ബോർഡർ ബിറ്റ്വീൻ ചൈന ആൻഡ് ഇന്ത്യ ഈസ് നോൺ ആസ്, ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിലുള്ള ബോർഡർ മിയാറ്ററേനിയൻ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. മിയാറ്ററേനിയൻ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിലാണ് ആ ഒരു ബോർഡർ ഉള്ളത്. ലാൻഡ് ഓഫ് ഡോൺലിറ്റ് മൗണ്ടെയിൻസ്, ലാൻഡ് ഓഫ് ഡോൺലിറ്റ് മൗണ്ടെയിൻസ് എന്ന് അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് ഫ്ലവർ ഏതാണ്? ലേഡി സ്ലിപ്പർ ഓർക്കിഡ് ആണ്. സ്റ്റേറ്റ് ട്രീ ഏതാണ്? ഹോളോങ് ആണ്. ഓക്കെ, തവാങ് മൊണാസ്ട്രി 400 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടാക്കിയത്. ചൈനയുടെയും ഇന്ത്യയുടെയും ബോർഡറിനെ നമ്മൾ മിയാറ്ററേനിയൻ ലൈൻ എന്നാണ് പറയുന്നത്. ഡോൺലൈറ്റ് മൗണ്ടെയിൻസ്, ലാൻഡ് ഓഫ് ഡോൺലൈറ്റ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയാണ്. സ്റ്റേറ്റ് ഫ്ലവർ ലേഡി സ്ലിപ്പർ ഓർക്കിഡ് ആണ്. സ്റ്റേറ്റ് ട്രീ ഹോളോങ് ആണ്. അടുത്തത്, which place in അരുണാചൽ പ്രദേശ് റാങ്ക്സ് by its area in India? ഓക്കെ, അതായത് ഏരിയ പ്രകാരം ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ 15ാം സ്ഥാനത്താണ് അരുണാചൽ പ്രദേശ്. ഓക്കെ, ഏരിയ വൈസ് ഇന്ത്യയിലെ 15ാമത്തെ വലിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. Which one is recognized as the state animal of അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് അനിമൽ ആയിട്ട് പറയുന്നത് ബോസ് ഫ്രോണ്ടൈൽസിനെയാണ്. ബ്രോസ് ഫ്രോണ്ടൈൽസ് ആണ് അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് അനിമൽ. Which one country does not share its boundary with അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യാത്തത് നേപ്പാൾ ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ, അരുണാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റ് വന്നത് 1987 1987 അരുണാചൽ പ്രദേശ് എന്നൊരു സ്റ്റേറ്റ് നിലവിൽ വന്നത്. വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനത്താണ് ഉള്ളത്. സ്റ്റേറ്റ് അനിമൽ ബോസ് ഫ്രോണ്ടൈൽസ് ആണ്. അതിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യാത്തത് നേപ്പാളുമായിട്ടാണ്. 1987 അരുണാചൽ പ്രദേശ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്യാപിറ്റൽ ഇറ്റാനഗർ ആണ്. ഇനി അരുണാചൽ പ്രദേശ് ഗോട്ട് ഇറ്റ്സ് ഫസ്റ്റ് റെയിൽവേ ലൈൻ, ആദ്യത്തെ റെയിൽവേ ലൈൻ വന്നത് 2013 ഓക്കെ, അരുണാചൽ പ്രദേശ് പാരഡൈസ് ഓഫ് ബൊട്ടാണിസ്റ്റ് എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, പാരഡൈസ് ഓഫ് ബൊട്ടാണിസ്റ്റ് എന്നും കൂടെ അരുണാചൽ പ്രദേശിന് ഒരു പേരുണ്ട്. ദ പെർമനന്റ് ബെഞ്ച് ഓഫ് ഗുവാഹത്തി ഹൈക്കോർട്ട് ഫോർ അരുണാചൽ പ്രദേശ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് നഹർ ലഗൂൺ, അതായത് ഗുവാഹത്തി ഹൈക്കോർട്ട്, അരുണാചൽ പ്രദേശിന്റെ ഗുവാഹത്തി ഹൈക്കോർട്ട് എവിടെയാണുള്ളത്? നഹർ ലഗൂണിലാണ് ഉള്ളത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഞാൻ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് അരുണാചൽ പ്രദേശ് ബൈ പോപ്പുലേഷൻ? പോപ്പുലേഷൻ വൈസ് ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് പാപം പാരെ ആണ്. പാപം പാരെ ആണ് ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് അക്കോർഡിംഗ് ടു ദ പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ അരുണാചൽ പ്രദേശിന് ആദ്യത്തെ റെയിൽവേ ലൈൻ കിട്ടുന്നത് 2013 അരുണാചൽ പ്രദേശിനെ പാരഡൈസ് ഓഫ് ബൊട്ടാണിസ്റ്റ് എന്ന് കൂടെ പറയാറുണ്ട്. പെർമനന്റ് ബെഞ്ച്, ഗുവാഹത്തി ഹൈക്കോർട്ടിന്റെ പെർമനന്റ് ബെഞ്ച് എവിടെയാണ്? നാഹർ ലഗൂണിലാണ് ഉള്ളത്. അരുണാചൽ പ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. പോപ്പുലേഷൻ വൈസ് ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഏതാണ്? പാപം പരെ ആണ് ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ അരുണാചൽ പ്രദേശ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആന്ധ്രാപ്രദേശിനെ കുറിച്ചും അരുണാചൽ പ്രദേശിനെ കുറിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അത് അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫൈഡ് ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മളെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇതുവരെ ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാം
ചാനൽ ലിങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് ഉണ്ടാവും. ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.